ഹായ് ഗായ്സ്, ഇപ്പം എന്തായിരിക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് AI സെൻസിയെ കുറിച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കുറേ ദിവസങ്ങളായി സെൻസിയൊക്കെ ഇട്ടിട്ട് ഓൾമോസ്റ്റ് 2 വീക്സായി ഇൻസ്റ്റാഗ്രാമിനകത്താണെങ്കിലും യൂട്യൂബിനകത്താണെങ്കിലും സെൻസി റിലേറ്റഡ് ആയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നേരം OB4849 പാക്ക് കാര്യങ്ങളൊന്നും അത്യാവശ്യം ഹെഡൊന്നും കയറുന്നില്ല. ഒരു ദിവസമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം വർക്കാവും, അത് കഴിഞ്ഞാൽ പിന്നെ വർക്കാവത്തില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കുറേ എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോക്കകത്ത് എല്ലാവരും ഒരു കാര്യം ചെയ്യുക, ഒരു പെയ്ഡ് സെൻസ് ആപ്പ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നാളത്തെ വീഡിയോനകത്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് വേണ്ടത് ജസ്റ്റ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് അടിക്കുക. വെറും സെൻസി എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പെയ്ഡ് സെൻസി എന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ അടുത്ത പെയ്ഡ് സെൻസിയുടെ ഒരു വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും. പെയ്ഡ് സെൻസി ആപ്പ് നല്ല രീതിക്ക് വർക്കാവുന്നുണ്ട്. മാക്രോ ബട്ടൺ ഉണ്ട്, റെഡ് ഫയർ ബട്ടൺ എല്ലാം കൂടി ഉള്ളൊരു ആപ്പാണ്. PC-ക്കും വർക്കും ആൻഡ്രോയിഡാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 10K ആണ്, സോ ക്ലോസ് ആണ്. ഒരു ഗിവ് കാര്യങ്ങളൊക്കെ നടത്താം. പിന്നെ നമ്മുടെ ID കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മളൊരു വേറെ അക്കൗണ്ടിനകത്തായിരിക്കും കളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മളിത് നോക്കാൻ പോകുന്നത് AI സെൻസിയാണ്. അപ്പോൾ നമ്മുടെ മെറ്റ ആണ് അത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് AIക്ക് ഹായ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് ഗോയിങ് എന്നൊക്കെ ചോദിക്കണം, സുഖമാണോ എന്നൊക്കെ. അപ്പം നമ്മൾ സമരമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് പിന്നെ നമ്മളെ അറിയുമെന്ന കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ ഡു യു നോ ഹൂ ഈസ് 1x ധീരജ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെവിടെ എത്ര ഫേമസ് ആണെന്ന് നമുക്ക് നോക്കാം. 1x ധീരജിട്ട് യൂട്യൂബർ ലൈക്ക് എ ഗെയിമർ ഗീവ് 1x പ്രോബ്ലി നോ പ്ലേയിങ് പോപ്പുലർ ഗെയിംസ് ലൈക്ക് ഫ്രീ ഫയർ. ഓക്കേ, നമ്മളവൻ്റെ ഫാനാണെന്നൊക്കെ മറ്റേ എൻജോയ് ചെയ്ത് കണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ യൂട്യൂബറാന്നൊക്കെ എനിക്കറിയാം. വലിയ യൂട്യൂബറാണോ ഏത് കണ്ടൻറ്റാണെന്നൊന്നും അറിയത്തില്ല. അതിനൊക്കെ നമ്മൾ 10K അപ്പുറത്തേക്ക് കടക്കണം. അപ്പോൾ നമ്മുടെ സാലറി എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എൻ്റെ യൂട്യൂബ് ഇൻകം, അപ്പം എൻ്റെ ഇൻകം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത് ചോദിക്കാം. വെറും 8K സബുള്ള ഞാൻ ഇത്ര ഇൻകം ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് ചോദിച്ച് നോക്കാം. നെക്സ്റ്റ് സെൻസി കണ്ടൻ്റൊക്കെയാണ് ഈ ഫോളോ ചെയ്യുന്നതൊക്കെ നമ്മളെ തന്നെ പുകഴ്ത്തി പെറിയുന്നുണ്ട്. എനിക്കറിയാം, കാര്യമില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ നേരെ ഇൻകത്തിലോട്ട് ചോദിക്കാം. എത്രയാണ് എനിക്ക് ഇൻകം, കറക്റ്റാണോ അല്ലേ എന്നാണ് നമ്മൾ നോക്കാൻ വന്നത്. AI എത്രത്തോളം വളർന്നിട്ടുണ്ടെന്നാണ് നമ്മൾ നോക്കാൻ വന്നത്. കൂടുതൽ AI വീഡിയോസൊക്കെയാണ് കാണാൻ പറ്റുന്നത്. യൂട്യൂബ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതെന്തായാലും നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്, കറക്റ്റായിട്ടുള്ള കിട്ടത്തില്ല എന്നാണ് പറഞ്ഞത്. റഫ് ഐഡിയ കാണിച്ചു തരാമെന്നാണ് പറയണത്. ഡെയിലി എസ്റ്റിമേറ്റഡ് ഇൻകം എന്ന് പറയുന്നത് 1000 to 1 lakh വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ $15 കിട്ടുമെന്നാണ് പറയുന്നത്. അതിലൊരു തേങ്ങ ഇടാൻ പോകുന്നില്ല. 20K വ്യൂസ് കിട്ടിയാൽ പോലും $15 കിട്ടത്തില്ല. 1,00,000 വ്യൂസ് കിട്ടിയാൽ വേണമെങ്കിൽ $15 കിട്ടുമായിരിക്കും. ഓക്കെ, എൻ്റെ അറിവിൽ എനിക്ക് ഇത്രയും കാലമായിട്ട് അത്രയൊന്നും കിട്ടിയിട്ടില്ല. 20K വ്യൂസൊക്കെ 2-3 വീഡിയോനകത്ത് കിട്ടിയിട്ട് പോലും അത്രയൊന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ ടോപ്പിക് സെൻസിയാണ്. നമുക്ക് നേരെ സെൻസിയെ കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് നോക്കാം. ഇപ്പം നമ്മളായി നീഡ് എ ബെസ്റ്റ് ഹെഡ് ഷോട്ട് സെൻസി ഫോർ ഫ്രീ ഫയറിലല്ലോ പോക്കോ. എൻ്റെ മൊബൈൽ അറിയുമെന്ന് വിചാരിക്കുന്നു. പോക്കോ M6 Pro ആണ്. ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അറിഞ്ഞു വെച്ചോളൂ. ഓൾമോസ്റ്റ് എല്ലാ വീടിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഞാൻ പോക്കോ M6 Proന് പറ്റിയ സെൻസി ഉണ്ടോയെന്ന് ചോദിച്ച് നോക്കിയിട്ടുണ്ട്. ടൈപ്പിംഗ് എന്ന് 3 ഡോട്ട് വരുന്നുണ്ട്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കൊരു കിടുക്കാച്ചായിട്ടുള്ളൊരു സെൻസി കിട്ടിയിട്ടുണ്ട് ഗായ്സ്. പോക്കോ പോലും അല്ല കയ്യിലുള്ള ഫോണ്. ഓക്കെ, എത്രത്തോളം അക്യുറേറ്റ് ആയെന്ന് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒട്ടും അക്യുറേറ്റ് ആയിട്ടില്ല നമ്മുടെ AI. ഞാനൊന്ന് ക്ലിയർ ഡാറ്റ അടിച്ചിട്ട് വീണ്ടും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീ ഫയർ സെൻസി ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഓക്കെ, നമുക്ക് വേണ്ട സെൻസി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് OB48 കാര്യങ്ങളാണ് തോന്നുന്നു. പഴയ സെൻസിയുടെ പാക്ക് കാര്യങ്ങൾ അവർ അയച്ചതിരിക്കുന്നത് 100 ജനറൽ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് ഏത് കാലത്തെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ജനറൽ 200 വന്നിട്ട് ഇപ്പോൾ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് തോന്നുന്നു. 2-3 കൊല്ലമല്ല, ഓൾമോസ്റ്റ് ഇയർ ആയി തോന്നുന്നു. 200 സെൻസി ആയിരുന്നു. നമുക്ക് ജനറൽ 200 വെച്ച് നോക്കി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഹൈ ആണ് എന്തെങ്കിലുമൊക്കെ അവർ പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവരിപ്പോൾ ഈ പറഞ്ഞ സെൻസിനകത്ത് നമ്മളൊരു ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ 95 to 100, 85 to 90 ആ ഒരു റേഞ്ച്, മിഡ് റേഞ്ച് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ജനറൽ നമ്മൾ സെറ്റാക്കി വെക്കണം. അതിൻ്റെ ഉള്ളിൽ ഏത് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ആക്കാമെന്നാണ്
നമ്മുടെ മെറ്റ AI പറയുന്നത്. അപ്പം നേരെ നമുക്ക് ഗെയിമിലോട്ട് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫയർ ബട്ടൻ്റെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഫയർ ബട്ടൺ സൈസ്, അതുപോലെ DPI, അങ്ങനത്തെ സെറ്റിങ്സ്, ഡിവൈസ് സെറ്റിങ്സ് ഒന്നും തന്നിട്ടില്ല. ആകെ ഫ്രീ ഫയറിൻ്റെ സെറ്റിങ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിമിൽ കയറി ചെക്കൗട്ട് ചെയ്യാം. നമ്മളെ ഗെയിമിലോട്ട് കയറുന്നുണ്ട്. ഫ്രീ ഫയർ ഓപ്പൺ ആകുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഫ്രീ ഫയർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ റീകണക്റ്റിംഗ് എഴുതി കാണിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ PCക്കകത്ത് മാത്രം ഇപ്പോൾ അക്കൗണ്ട് നിലവിലുള്ളൂ. അതും ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ക്ലിയർ ആക്കി കളയണം. ഇപ്പോൾ തൽക്കാലം ഒരു ഫ്രണ്ട് അക്കൗണ്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബിയർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് കണ്ടന്റ് എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ ഓക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ബാക്ക് അടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഗോൾഡ് ഹീറോയിക്കൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നേരെ സെൻസിലോട്ട് കിടക്കാം. സെൻസി വർക്കാക്കാൻ വേണ്ടി അധികം കൺട്രോൾ കാര്യങ്ങളൊക്കെ മാറ്റണം. കൺട്രോളൊക്കെ മാറ്റിയതിന് ശേഷം മറ്റേ അതിനകത്ത് കാണിച്ച പോലെ റെഡ് ഡോട്ട് ജനറൽ സെൻസി കാര്യങ്ങൾ ഫുള്ള് സെറ്റാക്കണം. അതിനകത്ത് DPI കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫയർ ബട്ടൺ കാര്യങ്ങളൊന്നും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 100 to 95 എത്ര വേണമെങ്കിൽ വെക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം എനിക്ക് പറ്റുന്ന രീതിക്ക് 2 വെച്ചിട്ടുണ്ട്. ഒരു 2 ഗണ്ണ്, മാക്ടൺ, ഒരു SMG, ഒരു ഇത്. ഓക്കെ, ഷോർട്ട് റേഞ്ച്, മിഡ് റേഞ്ച്, അതുപോലെ വൺ ടാപ്പിനുള്ള 3 ഗണ്ണ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നോക്കുമ്പോൾ അത്യാവശ്യം കയറുന്നുണ്ട്. M10 ആണെന്നാണ് തോന്നുന്നു കുറച്ചുകൂടി ഹെഡ് കയറുന്നത്. മാക്ടൺ റീകോയിൽ അടിക്കുന്നുണ്ട്. നേരെ ട്രെയിനിങ് ഗ്രൗണ്ട് വരുമ്പോൾ ഒരു ഹെഡ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഗെയിം പ്ലേ കാണുന്നുണ്ട്. അത്യാവശ്യം ചെറിയ തോതിലുള്ള ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് മൊബൈലിനകത്ത്. ഇപ്പോൾ ഡെസേർട്ടിനകത്ത് ഒട്ടും കയറുന്നില്ല. നല്ല രീതിക്ക് റീകോയിൽ കാര്യങ്ങളൊക്കെ കൺട്രോൾ ഉണ്ട്. അതുപോലെ തന്നെ മാക്ടൺ അത്ര പോരാ. മറ്റേ എൻ്റെ സെൻസി വാട്സപ്പ് സെൻസി എന്ന് പറയുമ്പോൾ അത്ര കയറുന്നില്ല എന്നാണ് എൻ്റെ നിഗപാട്. ഓക്കെ, മാക്ടൺ ആണെങ്കിൽ ഒടുക്കത്തെ റീകോയിൽ. ഓക്കെ, നല്ല രീതിയിൽ സ്പ്രേ ആവുന്നുണ്ട്. സ്കിന്നുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, സ്കിന്നില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നമ്മുടെ ഈ മറ്റേ AI സെൻസി നല്ല രീതിക്ക് റീകോയിൽ കൺട്രോൾ ആവുന്നുണ്ട്. നമ്മൾ ജനറൽ 200 ചോദിച്ചിട്ട് പോലും താരാത്ത സ്ഥിതിക്ക് നല്ല റീകോയിൽ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ റീകോയിൽ. അത്യാവശ്യം വല്ലപ്പോഴൊക്കെ 10 അടിയിൽ 2 അടി ഹെഡ് ഷോട്ട് കയറുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ ChatGPT-നോട് ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ നേരെ ChatGPT ഓപ്പൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഹായ് അയക്കുന്നു. അപ്പോൾ ChatGPT ഓക്കെ ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചോദിക്കാം, ഡു യു നോ മീ? ChatGPT-നോടും കൂടി ചോദിക്കണമല്ലോ. ChatGPT എത്ര അക്യുറേറ്റ് ആണെന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ ChatGPT ആണോ മറ്റേ ആണോ ബെസ്റ്റ് എന്നറിയാം. ഇപ്പോൾ സെർച്ചിങ് ഇൻ വെബ്. ഓക്കെ, ChatGPT എന്ന് പറഞ്ഞാൽ വെബിനകത്ത് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടായിരിക്കും പറയുക. അപ്പോൾ അതുകൊണ്ട് നമ്മളെക്കുറിച്ച് നല്ല രീതിക്ക് അറിയുമായിരിക്കും. കാരണം ഫുൾ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈവിൻ്റെ ഫോട്ടോ ക്യാമറയൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. യൂട്യൂബർ അവരുണ്ട്. ഓക്കെ, 6K to 8K സബ് ഉണ്ടെന്ന് പോലും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. 6K to 8K എന്നുള്ളത് നമ്മൾ 10K to 100K ആക്കി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ പോയി ബെസ്റ്റ് സെൻസി. ഓക്കെ, ഗിവ് മി എ ബെസ്റ്റ് ഹെഡ് ഷോട്ട് സെൻസി ഫോർ പോക്കോ M6 Pro. എന്നിട്ട് സൈഡിൽ കോമയൊക്കെ ഇട്ടിട്ട് ഫ്രീ ഫയർ എന്നിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫ്രീ ഫയറിന് പറ്റിയ സെൻസി തേന്ന് നോക്കാം. ഹിയർ ഈസ് ദ ബെസ്റ്റ് സെൻസി ഫോർ ഫ്രീ ഫയർ OB. ഓക്കെ, OB 45 to 46-ൻ്റെ സെൻസിയാണ് ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത്. ജനറലൊക്കെ 95, OB 49, 48-നാണ് തോന്നുന്നു. ജനറൽ 200+ ഉള്ള സെൻസി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിനകത്ത് DPI കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഫയർ ബട്ടൺ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഡ്രാഗ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ChatGPT-നകത്ത് കുറച്ചുകൂടി അക്യുറേറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ChatGPT ആണ്. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ വേറെയുള്ള ആപ്പിനകത്തൊക്കെ പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആപ്പിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ ഇടും. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡിവൈസിന് പറ്റിയ സെൻസ് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, അതിനാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടുന്നത്. നിങ്ങൾക്ക് തന്നെ എങ്ങനെ ChatGPT-നകത്ത് പോയിട്ട് നിങ്ങളുടെ ഡിവൈസിൻ്റെ പേരെടുത്തിട്ട് പറ്റിയ സെൻസ് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. അത്രത്തോളം വർക്കാവുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും നിങ്ങൾക്ക് കണ്ടുപിടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ജനറൽ 200 ചോദിച്ചിട്ടുണ്ട്. ജനറൽ 200 ചോദിക്കുമ്പോൾ ജനറൽ മാത്രം മാക്സ് ആക്കിയത് റെഡ് ഡോട്ടൊക്കെ ഫുള്ള് കുറച്ചിട്ടുള്ളൊരു സാധനമാണ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ChatGPT. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇത് പറഞ്ഞാൽ ട്രൈ അടിച്ച് നോക്കാം. DPI എൻ്റെ ഓൾറെഡി അത് 480 ഉള്ളത്. അതുകൊണ്ട് DPI ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഫയർ ബട്ടൺ വേണ്ടി വരും. ഓക്കെ, ഫയർ ബട്ടൺ പിന്നെ അത്യാവശ്യം വേണ്ടി വരും. ഗ്രാഫിക്സ് പിന്നെ കാണിക്കുന്നുണ്ട്. സ്മൂത്തിനകത്ത് തരണം, FPS ഓൺ ആക്കണം, ഷാഡോക്ക് ഓഫ് ആക്കണം എന്നൊക്കെ. ഇപ്പോൾ അത് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കിയിട്ട് ഫുൾ അങ്ങോട്ട് ചെയ്ത് നോക്കാം. പിന്നെയും കുറേ കാര്യങ്ങൾ ChatGPT അയച്ചിരുന്നുണ്ട്. ChatGPT ഒത്തിരി സ്പെസിഫിക്കേഷൻ അയച്ചിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് അത്രയൊന്നും ചെയ്തിട്ടില്ല.
എന്തായാലും നമുക്ക് നേരെ ഗെയിമിലോട്ട് കയറി ഡി പി അല്ല സെൻസി വർക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വന്നിട്ട് രാത്രിയാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് തുടങ്ങിക്കുന്നത്. സൗണ്ട് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ, എന്നാലും നിങ്ങൾ കാണുക, മൊത്തമായി വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. അപ്പം എന്തായാലും 200 ഇട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ജെറഡ് 2x 4x ഒക്കെ അവ സെറ്റാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഫ്രീ ലുക്ക് കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ഓക്കെ, ഇത് രണ്ട് വീഡിയോ ഇട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ChatGPT ആദ്യം എടുത്തിട്ടാണ് കിട്ടിയത്. പക്ഷേ വീഡിയോനകത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് മറിച്ചിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ നേരെ ട്രെയിനിങ്ങിനകത്ത് ഇടുന്നുണ്ട്. ട്രെയിനിങ്ങിനകത്ത് പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. അതിന് മുമ്പ് നമുക്ക് സ്മൂത്തിലോട്ട് ഇടണം, പിന്നെ ഹൈ ആക്കണം. ഓക്കെ, ആ വക കാര്യങ്ങളൊക്കെ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ട്രെയിനിങ് ഗ്രൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്. സെൻസ് കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ അറിവിൽ ഇത്രയും പേരൊന്നും ആരും വാച്ച് ചെയ്തിട്ടുണ്ടാവില്ല. ആരെങ്കിലുമൊക്കെ ഈ 10 മിനിറ്റിന് ശേഷം വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു ടൈമർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അവർക്ക് ലോട്ട് ഓഫ് താങ്ക്സ് ഫുള്ളായിട്ടൊക്കെ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എനിക്കറിയാം ഞാൻ ഒത്തിരി എഡിറ്റ് ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വീഡിയോ അത്യാവശ്യം നല്ല രീതിക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട്. ഓക്കെ, ഇത് കേൾക്കുന്നവരുണ്ടോയെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ചിലപ്പോൾ എല്ലാവരും ഫസ്റ്റത്തെ ഭാഗം തന്നെ കേട്ടിട്ട് ബാക്ക് അടിച്ച് പോയിട്ടുണ്ടാവും. അത് എനിക്കറിയാൻ പറ്റും, സ്വാഭാവികമാണ്. എന്നിരുന്നാൽ കൂടി ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോസ് മാക്സിമം ടൈം എടുത്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ അപ്ലോഡ് ആക്കാൻ നോക്കാം. ഓക്കെ, ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസായിട്ട്. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിഗണിക്കണം. ഓക്കെ, അടുത്തുള്ള വീഡിയോസൊക്കെ നമ്മൾ നല്ല രീതിയിൽ എഡിറ്റിംഗ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഗെയിം പ്ലേ നിങ്ങളിവിടെ കാണുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ ChatGPT കിട്ടിയ സെൻസി അത് പിന്നെയും നല്ല രീതിക്ക് ഹെഡ് കയറുന്നുണ്ട്. M10-നകത്തായാലും സെവനകത്തായാലും. പക്ഷേ മെറ്റ ChatGPT നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വോട്ട് ചെയ്യുന്നത് നേരെ വന്നിട്ട് ChatGPTക്കായിരിക്കും. ഓക്കെ, എന്തായാലും ChatGPT ആണ് നല്ലത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെ അത്രയുള്ള നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് നിങ്ങൾ പറ്റിയ സെൻസി നിങ്ങൾക്ക് എങ്ങനെ ചെക്കൗട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ChatGPT അടിക്കുക, നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നാളെ നമ്മൾ അടുത്ത പെയ്ഡ് സെൻസി ആപ്പിനെ കുറിച്ച് വീഡിയോ ഇട്ടുണ്ടെങ്കിൽ വേണ്ടി ജസ്റ്റ് നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതിന് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഫുള്ളായിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ മാക്സിമം എല്ലാവരും ഫോളോ ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ടാക്കിക്കോ. എന്തായാലും സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.